നമ്മൾ കുറേ നാളായി എടുത്തു വെച്ചിട്ടുള്ള പിസ്ത ഷെൽസ് വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ന്യൂസ് പേപ്പറിന്റെ പീസ് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഈർക്കിളി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഈർക്കിളി പൊട്ടിപ്പോവാത്ത രീതിയിൽ അത് ചെറുതായിട്ടൊന്ന് വളച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പിസ്ത ഷെൽസ് നമുക്കിതിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഫെവി ബോണ്ട് വെച്ചാണ് നമ്മളതെല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. നമ്മളിത് ഒട്ടിച്ചെടുക്കുമ്പോൾ അത് കുറച്ച് സമയം ഒന്ന് പിടിച്ചു കൊടുക്കണം, അപ്പോഴേ അത് നന്നായിട്ട് ഒട്ടിക്കിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് കുറച്ച് പിസ്ത ഷെൽസ് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഓരോ പിസ്ത ഷെൽസും അതിലേക്ക് ഒട്ടിച്ചെടുത്തതിന് ശേഷം അത് ഒട്ടിക്കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ അടുത്തത് ഒട്ടിച്ചെടുക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫ്ലവർ ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ വേറെ കുറച്ചെണ്ണം കൂടെ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് വേണ്ടത്. ഇതിൽ നമ്മൾ ഈ 10 രൂപയുടെ കോയിൻ വെച്ച് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. അത് വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇതിലേക്ക് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൽ പിസ്ത ഷെൽസ് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് പിസ്ത ഷെൽസ് അതിലേക്ക് ഒട്ടിച്ചെടുത്ത് ഫ്ലവർ ചെയ്തെടുക്കാം. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇതുപോലെയാണ് നമ്മൾ ഫ്ലവർ ചെയ്തെടുത്തിട്ടുള്ളത്. വേറെ കുറച്ച് പൂക്കൾ കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കൾക്കും ഇലകൾക്കും എല്ലാം നമുക്കൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഇലകൾക്ക് നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാം. പിസ്ത ഷെൽസ് ഒക്കെ വെച്ച് വേറെ ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഗ്രീൻ കളർ പെയിന്റ് ഇതുപോലെ കൊടുത്തെടുത്തതിന് ശേഷം നമ്മളതിൽ യെല്ലോ കളർ പെയിന്റ് ഇതുപോലെ ഒന്ന് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇലകളിലെല്ലാം നമ്മൾ ഇതുപോലെ പെയിന്റ് എല്ലാം കൊടുത്തെടുത്തു. ഇനി നമ്മൾ പൂക്കളുടെ താഴെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു പേപ്പറിൽ ഗ്രീൻ കളർ പെയിന്റ് ഇതുപോലെ ഒന്ന് കൊടുത്തെടുക്കുകയാണ്. അവിടെ ഗ്രീൻ കളർ പെയിന്റ് കൊടുത്തെടുത്തതിന് ശേഷം നമുക്ക് പൂക്കളുടെ ഇതളുകളിലെല്ലാം പെയിന്റ് ചെയ്തെടുക്കണം. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ പൂക്കൾക്ക് പല കളർ പെയിന്റ് കൊടുത്തെടുക്കുകയാണ്. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറന്നു പോകരുതേ. ഇതുപോലെ നമ്മൾ ഫ്ലവറിൽ പെയിന്റ് ചെയ്തെടുത്തു. ഇതിൻ്റെ താഴെ നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിൽ വൈറ്റ് കളർ പെയിന്റും കൂടെ ഇതുപോലെ ഒന്ന് കൊടുത്തെടുക്കുകയാണ്. നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന 2 പൂക്കളിൽ നമ്മൾ പെയിന്റ് ചെയ്തെടുത്തു. ഇനി ബാക്കിയുള്ള പൂക്കളിൽ നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളിലും ഇതുപോലെ പെയിന്റ് എല്ലാം കൊടുത്തെടുത്തു. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കൾ നമുക്ക് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് സമയം നമ്മളതൊന്ന് പിടിച്ചു കൊടുക്കണം, അപ്പോഴേ നമുക്കത് നന്നായിട്ട് ഒട്ടിക്കിട്ടുള്ളൂ. എല്ലാ പൂക്കളും ഇതുപോലെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിനകത്തേക്കാണ് അതെല്ലാം വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ കാർഡ്ബോർഡ് ബോക്സിനകത്തേക്ക് നമ്മൾ തെർമോക്കോളിൻ്റെ പീസൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് നിറയെ നമ്മൾ തെർമോക്കോളിൻ്റെ പീസൊക്കെ വെച്ചു കൊടുത്തു. ഇനി നമുക്കിതിൽ പെയിന്റ് ചെയ്തെടുക്കണം. കാർഡ്ബോർഡ് ബോക്സിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഗ്രീൻ കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കുകയാണ്. ബോക്സിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഓറഞ്ച് കളർ പെയിന്റാണ് കൊടുത്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ പെയിന്റ് എല്ലാം കൊടുത്തെടുത്തു. ഇതിൽ നമ്മൾ ലൈസും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളെല്ലാം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ പൂക്കൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ ഹോളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പൂക്കളായി അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും ഇതുപോലെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൂക്കളുടെ നടുക്കും ഈ ഒരു സ്പോഞ്ചിൻ്റെ പീസ് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എല്ലാ പൂക്കളുടെ നടുക്കും നമ്മൾ അതുപോലെ ഒട്ടിച്ചെടുത്തു. പൂക്കളുടെ നടുക്കായിട്ട് നമ്മൾ സ്പോഞ്ച് ഒട്ടിച്ചെടുത്തതിന് പകരമായിട്ട് വൂളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചെടുത്താലും മതി. അപ്പോൾ വളരെ സിമ്പിളായി നമ്മളിന്ന് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒരു ലൈക്ക് തരിക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.